അജി കേട്ടോ, ഇന്ന് പുലുരാമ്പാറ പുന്നക്ക റോട്ടിലുണ്ട്. ഇന്ന് നമുക്കൊരു ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ഏട്ടാ നിന്റെ പേരെന്നാ? അർജുൻ. ഇപ്പൊ നമ്മൾ എത്ര നേരമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 10 മിനിറ്റ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിക്കാണും? 2 കിലോമീറ്റർ. ഇപ്പൊ 2 കിലോമീറ്റർ വരെ ഓടിക്കഴിഞ്ഞപ്പോ തന്നെ നീ വന്ന് വണ്ടിയിൽ ഇരിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളും ഈ ഓടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ക്ലാസിന്റെ കാര്യങ്ങളും കേട്ടിട്ട് നിനക്ക് പഠിച്ചു വെച്ച് നോക്കിയിട്ട് വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഏതാ ഷോർട്ട് വഴി? ഇതാണ്. ഉറപ്പാണോ? അപ്പൊ നീ ഇതിനു മുന്നേ എന്റെ അടുത്ത് ക്ലാസ്സിന് വന്നിട്ടുണ്ടോ? നീ ലൈസൻസ് എടുത്തിട്ട് എത്രയായി? 1 വർഷം. അപ്പൊ നീ എങ്ങനെയായിരുന്നു ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് എങ്ങനെയാ പഠിച്ചേ? പഠിച്ചു. അപ്പൊ ലൈസൻസ് എടുക്കാൻ മാത്രം. പക്ഷെ ഇപ്പൊ മനസ്സിലായോ അതും കൊണ്ട് കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ലൈസൻസ് എന്തായി? കിട്ടുകയും ചെയ്തു. പക്ഷെ ഓടിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പൊ ഞാന് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സംഗതി 2-3 കാറ്റഗറി ലെവലിലാണ് ചിലർ പഠിക്കുക. ചിലവരെന്താവും, സ്കൂളിലേക്ക് പോകും, സ്കൂളിലോട്ട് പോയിട്ട് പഠിക്കാൻ തുടങ്ങും. ഒരു 3-4 ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലെന്താണ്, ഈ ലൈസൻസ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു പഠിത്തം അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ലൈസൻസ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ പിന്നെ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചു വെച്ചത് എന്തായിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവണം. എപ്പോഴായിരിക്കും? ലൈസൻസ് ഒക്കെ കിട്ടി സ്വന്തം എടുത്ത് നോക്കുമ്പോഴാണ്, അല്ലേ? അതെ. അപ്പൊ നമ്മളിത് കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കുന്നവരോടെ പറയണേ, ഇത് ഇനിയും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പഠിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ 2-3-4 ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കണം, ഈ ക്ലച്ച് ഞാനാണോ ചവിട്ടണേ, ഗിയർ ഞാനാണോ ഇടണേ, സ്റ്റിയറിംഗ് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് അവിടെ ഹെൽപ്പ് വന്നേക്കാം. അങ്ങനെ ഹെൽപ്പ് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, കറക്റ്റായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളും റിസ്കുകളും ചിലപ്പോൾ അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എപ്പോൾ എടുക്കുമ്പോൾ ഒരു 5 ക്ലാസ് 6 ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കണം, ക്ലച്ച് ഞാൻ ചവിട്ടുണ്ടോ, ഗിയർ ഞാനാണോ ഇടണേ, സ്റ്റിയറിംഗ് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാം നമ്മൾ വാച്ച് ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അങ്ങനെ മനസ്സറിഞ്ഞും കൂടെ പഠിക്കുക. പഠിപ്പിക്കുന്നവർ നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷെ നമ്മളും കൂടെ എന്ത് ചെയ്യണം, നല്ലോണം അതിൽ എന്താവാണ്ട് ചെയ്യാണ്ട് മനസ്സിലാക്കാണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓടിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.